ഹായ് ഹലോ ഫ്രണ്ട്സ്. പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു കിഡിലൻ ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വേണുവിനും രേവതിക്കും അനാമികയ്ക്കൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ അനാമിക ഒരു ദിവസം രേവതിയെ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മേ എനിക്കിവിടെ ബോറടിച്ചിട്ട് വയ്യ. അനിയാണെങ്കിൽ എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് എത്ര നാളായി എന്നറിയോ? എത്രയെന്ന് വെച്ചാ ഇതിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യ്, അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് വാ. എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട് എല്ലായിടത്തും കറങ്ങിയിട്ട് തിരിച്ചു വരാം. എന്താ? ഇത് കേൾക്കുന്നതും വേണുവും രേവതിയും കൂടെ അനന്തപുരിയിലെത്തി. അവർ അനാമികയെ കൂട്ടിയതിനു ശേഷം 3 പേരും കൂടെ ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോവുകയാണ്. പോകുന്നതിനിടയിൽ വേണു ഓർമ്മിപ്പിക്കുന്നുണ്ട് അനാമികയെ, മോളെ എന്റെ കയ്യിൽ 5ന്റെ പൈസ എടുക്കാനില്ല. മോളെ എല്ലാ ചെലവും എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അച്ഛൻ കൂടെ വരുന്നത്. അതുകൊണ്ട് ഇനി എന്ത് മേടിച്ചാലും മോള് തന്നെ പൈസ കൊടുക്കണേ എന്നൊക്കെ പറയുന്നത് കേട്ട്, അതൊക്കെ ഞാൻ കൊടുത്തോളാം അച്ഛാ. അനിയുടെ പേഴ്സിൽ നിന്ന് ഞാൻ ആവശ്യത്തിലധികം പൈസ എടുത്തിട്ടുണ്ട്. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഇന്നത്തെ ചെലവ് മൊത്തം എന്റെ വകയാ. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളായി. ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കണമെന്ന് അനാമിക പറയുമ്പോ, അതെ അതെ, വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് കുറേ നാളായി എന്ന് വേണുവും സമ്മതിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നതും രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ പരിഭവത്തോടെ, അതെന്താ വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊന്നും തയ്യാറാക്കി തരുന്നില്ല, അങ്ങനെയല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോ, എന്റെ രേവതി നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ച് ക്യാഷും മുടക്കണം. മീനും ഇറച്ചിയും ഒക്കെ കഴിക്കണമെങ്കിൽ നല്ല പൈസ വേണ്ടേ? ഉടനെ രേവതി അത് കേൾക്കുമ്പോ, അങ്ങനെ പറ, അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് കുറ്റം പറയാൻ നിൽക്കരുത്. ഞാനേ നല്ല ടേസ്റ്റിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറെന്ന് പറയുന്നുണ്ട് രേവതി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ സംസാരം കേട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? നമ്മളെ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്, എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് വായടക്കി വെക്കാനും. ഞാനിപ്പോഴേ അനന്തപുരിയിലെ മരുമകളാണ്. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ ഈ ദാരിദ്ര്യം പറച്ചിൽ ആരെങ്കിലും കേട്ടാ എനിക്കാണ് അതിന്റെ മോശം. അതുകൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കാൻ അവരെ ഉപദേശിക്കുന്നുണ്ട് അനാമിക. അങ്ങനെ അനാമികയും വേണു രേവതിയും കൂടെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അവരങ്ങനെ നല്ല ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇതേ സമയത്താണ് അവരുടെ തൊട്ടപ്പുറത്തെ ടേബിളിൽ വേറൊരാള് അനാമികയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അനാമികയാണെങ്കിൽ അതൊട്ട് കാണുന്നുമില്ല. ഭക്ഷണം എല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് അനാമികയും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും അയാൾ അപ്പോഴും അനാമികയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം രേവതി അനാമികയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കുക. മോളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അനാമിക എവിടെ എന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുന്നതും അയാളെ കണ്ട് ശരിക്കും അങ്ങ് നടുങ്ങുന്നുണ്ട് നമ്മുടെ അനാമിക. അത് അനാമികയുടെ മുൻ കാമുകനായിരിക്കും ദർശൻ. ദർശനെ കണ്ട് ആകെ ഷോക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അനാമിക. എന്നിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, അമ്മേ അത് ദർശനാണ്. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, കോളേജിൽ പഠിക്കുമ്പോൾ നല്ല പൈസയുള്ള ഒരാളെ പ്രേമിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഒരാളുടെ പിറകെ നടന്നത് അയാളാണെന്നൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിക. രേവതി പറയും, ആ ദരിദ്രവാസിയാണോ? അതെ അമ്മേ, അവനെങ്ങാനും എന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞ എന്റെ ജീവിതം അതോടുകൂടി തകരും, അത് ഉറപ്പാണെന്നൊക്കെ അനാമിക പേടിയോടെ പറയുന്നത് കേട്ട്, വേണുവേട്ടൻ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാം, വേഗം വണ്ടി എടുക്കെന്നും പറഞ്ഞുകൊണ്ട് 3 പേരും വേഗത്തിൽ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. പോകുന്നതിനിടയിൽ അനാമിക വേണുവിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ദർശൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇത് കേൾക്കുന്നത് വേണുവാണെങ്കിലും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏത്? നീ കോളേജിൽ പഠിക്കുമ്പോ നീ പിറകെ നടന്ന ദർശനോ? അതെ അച്ഛ, അവൻ തന്നെ. അവൻ എങ്ങാനും എന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞ ഞാൻ വലിയ കോടീശ്വരനെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞാൽ അതാകെ പ്രശ്നമാകും. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഉടനെ വേണു ചോദിക്കുന്നുണ്ട്, അവനതിന് നാട് വിട്ടു പോയതല്ലായിരുന്നോ? വീണ്ടും വന്നോ? അച്ഛൻ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അവനെ ഒഴിവാക്കാൻ നമ്മൾ കാണിച്ചു കൂട്ടിയതൊക്കെ അച്ഛൻ മറന്നുപോയോ? അച്ഛൻ തന്നെയല്ലേ കഞ്ചാവ് തന്ന് അതവന്റെ ബാഗിൽ വെക്കാൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവനെ പോലീസ് പിടിച്ച് നാട്ടിൽ നിൽക്കാൻ വയ്യാതായപ്പോ അവൻ നാട് വിട്ടു പോയതല്ലേ? ഏതായാലും വേണു ചോദിക്കുന്നുണ്ട് അനാമികയോട്, അത് അവൻ തന്നെയാണെന്നുള്ള കാര്യത്തില് നിനക്ക് ഉറപ്പുണ്ടോ എന്ന്. അതെ അച്ഛ, അവൻ തന്നെയാണത്. അവൻ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതിൽ നിന്നും വേണുവിന് ഉറപ്പാവുകയാണ് അത് ദർശൻ തന്നെയാണെന്നും നിന്നെ അവന് എന്തായാലും മനസ്സിലായി കാണുമെന്നും. അപ്പൊ നമ്മൾ ഇനി എന്തു ചെയ്യും മോളെ എന്നൊക്കെ വേണുവും പേടിയോടെ ചോദിക്കുമ്പോ, എനിക്കറിയില്ല അച്ഛ, അന്ന് ഞാനാണ് അതെല്ലാം ചെയ്തതെന്ന് അവനിപ്പോ അറിഞ്ഞു കാണും. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഈ നശിച്ച നാട്ടിലേക്ക് അവൻ ഒരിക്കലും തിരിച്ചു വരില്ലായിരുന്നു. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അനന്തപുരിയിൽ ഇപ്പോ എന്റെ പേരിലെ തുടർച്ചയായ ഓരോരോ പ്രശ്നങ്ങളാണ്. ഇനി ഇതുകൂടെ ആയാ എനിക്ക് ഓർക്കാൻ വയ്യ. എന്തായാലും നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. ഇനിയിപ്പോ ഷോപ്പിംഗ് ഒന്നും വേണ്ട. വീട്ടിൽ പോയി ടെൻഷനൊക്കെ മാറിയതിനു ശേഷം വേണം അനന്തപുരിയിലേക്ക് പോകാൻ. എന്തായാലും അച്ഛൻ വീട്ടിലേക്ക് വണ്ടി വിടുന്നു പറഞ്ഞ് അനാമിക സ്വന്തം വീട്ടിലേക്ക് എത്തുന്നുണ്ട്.
പറയുന്നുണ്ട്. പിന്നീട് 3 പേരും ടെൻഷനോട് കൂടി ഇരിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട്. പോയി നോക്കുന്ന സമയത്ത് ദർശൻ തന്നെ ആയിരിക്കും കേട്ടോ അവരെ ഫോളോ ചെയ്ത് വന്നത്. ദർശനെ കാണുന്നത് 3 പേരും പേടിച്ചു വിറച്ച് നിൽക്കുവാണ്. ദർശനാണെങ്കിൽ അവരെ നോക്കി ഒരു പുച്ഛഭാവത്തോടെ, അങ്കിളിന് എന്നെ മനസ്സിലായി കാണുമല്ലോ, ഞാൻ കരുതി നിങ്ങൾ ഈ വീടൊക്കെ വിട്ട് ദൂരെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന്. അല്ല, അങ്കിളിന്റെ മോളെവിടെ? കുറെ നാളായി ഞാൻ എന്റെ അനാമിക മോളെ ഒന്ന് കണ്ടിട്ട്, ഞാനൊന്ന് അവളെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദർശൻ ഒരു പുച്ഛച്ചിരിയോടെ അകത്തേക്ക് കയറുന്നുണ്ട്. അതേസമയം ഒന്നും അറിയാത്തതുപോലെ അനാമിക അതാരാ അച്ഛാന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ ദർശൻ അനാമികയോട് പറയും, ഹായ് ഡിയർ മോൾ, എന്നെ നീ മറന്നോ? മോളുടെ ദർശേട്ടനാണ് വന്നിരിക്കുന്നത്. അനാമികയാണെങ്കിൽ അപ്പോഴും പേടിയോടെ ദർശനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അല്ല, മോളെന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത്? ഞാൻ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ലല്ലേ? ഞാനേ കുറച്ചു ദിവസമായിട്ട് നിന്നെ തന്നെ തപ്പി നടക്കുമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടേക്കും വന്നിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ 3-4 ദിവസമായിട്ട് ആരെയും കണ്ടില്ല. ഈ വീടും പൂട്ടി നിങ്ങളൊക്കെ ഇത് എവിടെ പോയതെന്ന് അന്വേഷിച്ചു ഞാൻ. അപ്പോഴാണ് ഇവിടെ അടുത്ത ഒരാൾ എന്നോട് പറഞ്ഞത് മോളുടെ കല്യാണം കഴിഞ്ഞെന്നും മോളും അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോ ഭർത്താവിന്റെ വീട്ടിലാണെന്നും കോടീശ്വരനായിട്ടുള്ള ഒരാളെയാണ് മോള് കല്യാണം കഴിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ശേഷം ചോദിക്കുന്നുണ്ട്, നീ എന്നാ അവന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്നും പോരുന്നത്? അല്ല, നിന്റെ ശീലം അങ്ങനെയാണല്ലോ. അങ്ങനെയല്ലേ നീ എന്നെയും തേച്ചത്? എന്നാലും നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനാമികെ. ഒഴിവായി പോകുന്നില്ല എന്ന് കണ്ടപ്പോ എന്നെ ഒഴിവാക്കാനായി നീ കണ്ടെത്തിയ ഐഡിയ അതെന്തായാലും കൊള്ളാം. നിന്റെ അച്ഛന്റെ ബുദ്ധി ആയിരിക്കുമല്ലേ അത്. ഞാൻ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും നാണം കെട്ട് നാട് വിട്ടു പോയതാ. എന്നാൽ ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ഇതിന്റെയൊക്കെ പിന്നിൽ നീ ആയിരുന്നെന്ന്. പിന്നെ പലതവണ ഞാൻ ഫോൺ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. നീ ആ സിമ്മൊക്കെ കളഞ്ഞു കാണുമല്ലോ. എന്തായാലും നേരിട്ട് നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി. ഇപ്പൊ ആണെങ്കിൽ നീ കോടീശ്വരിയാണല്ലോ. എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. പ്രേമിച്ചു നടക്കുന്ന സമയത്ത് ഒരുപാട് പൈസ നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിന്റെ ഊഴമാണ്. നീ എന്നെ സഹായിക്ക്. കുറച്ച് പൈസ നീ എനിക്ക് താ എന്നൊക്കെ ദർശൻ പറയുന്നത് കേട്ട് അനാമിക തികഞ്ഞു നിൽക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും കൂടെ അനാമിക പറയുമ്പോൾ ദർശൻ അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇനി നീ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എനിക്കെല്ലാം അറിയാം. എന്റെ ലൈഫ് നശിപ്പിച്ചത് നീ ഒറ്റ ഒരുത്തിയാണ്. ഒന്ന് നീ കേട്ടോ, ഞാൻ ഇപ്പൊ ചോദിക്കുന്ന പൈസ എനിക്ക് എടുത്തു തന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ദേ ഇത് കണ്ടോ, നിന്റെ കുറെ പഴയ ഫോട്ടോസ് എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ മോള് മര്യാദയ്ക്ക് എനിക്ക് ഞാൻ ചോദിക്കുന്ന ക്യാഷ് തന്നു. അനാമികയാണെങ്കിൽ ഇതെല്ലാം കേട്ട് വേർക്കുകയാണ്. എങ്കിലും ദർശനോട് ചോദിക്കുന്നുണ്ട്, ദർശ നീ എന്തൊക്കെയാ പറയുന്നത്? എന്റെ കയ്യിൽ അതിന് മാത്രം പൈസയൊന്നുമില്ല. എന്നാൽ ദർശൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം കോടീശ്വരനായ ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് ദർശന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദർശൻ പറയുന്നുണ്ട്, ഇനി നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിന്റെ ഭർത്താവ് ഒരു കോടീശ്വരനാണല്ലോ. നീ അവനോട് ചോദിച്ചു വാങ്ങിച്ചിട്ട് എനിക്കിതാ. അനാമിക വീണ്ടും, ദർശ ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യും. ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ എമൗണ്ട് നീ എനിക്ക് തരണം. അത് കേൾക്കുന്ന അനാമിക എത്ര രൂപയാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു 50 ലക്ഷം രൂപ തരാൻ ആവശ്യപ്പെടുന്നുണ്ട് ദർശൻ. അത് കിട്ടിയാ പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല. എന്റെ കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഡിലീറ്റും ചെയ്യാം. വേണമെങ്കിൽ ഈ ഫോൺ തന്നെ നിനക്കങ്ങ് തന്നേക്കാം. എന്തായാലും 50 ലക്ഷം എന്ന് കേൾക്കുന്നതോടെ അനാമിക ശരിക്കും ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാ ദർശ ഈ പറയുന്നത്? 50 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? നീ വിചാരിക്കുന്ന പോലത്തെ സാഹചര്യത്തിലൊന്നുമല്ല ഞാൻ. എന്നാൽ ദർശൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ ഞാൻ നേരെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അങ്ങ് അയക്കാം. അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുമ്പോ, അയ്യോ ദയവ് ചെയ്ത് നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്റെ ജീവിതം നീ തകർക്കല്ലേ ദർശ. അപ്പൊ ദർശൻ പറയും, അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്ക്. എന്നെ കൊടുക്കാൻ വഴി കണ്ടുപിടിച്ചതുപോലെ ഇതും ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ 50 ലക്ഷം രൂപയൊക്കെ നിസ്സാരമായിട്ട് നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു 10 ദിവസം കൂടെ ഞാൻ നിനക്ക് സമയം തരാം. അത് കഴിഞ്ഞും എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ദർശൻ ആരാണെന്ന് എന്റെ അനാമികമോൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഏതായാലും ഈ ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. ഇത്രയും പറഞ്ഞ് ദർശൻ അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു പോയിട്ടുണ്ടാവും അനാമിക. അച്ഛാ ഇനി എന്തു ചെയ്യും? അവൻ ചോദിച്ചത് കേട്ടില്ലേ? 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ ജീവിതം അവൻ തകർക്കും. അതെനിക്ക് ഉറപ്പാ. അനിയാണെങ്കിൽ എന്നെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
ഇതൊക്കെ അനന്തപുരിയിലുള്ളവരും കൂടെ അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ അച്ഛാ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അനാമിക പറയുന്നത് കേട്ട് മോളെ ഇത്രയും വലിയ തുക നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ അങ്ങനെ വേണു ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന് ആ 50 ലക്ഷം രൂപ കൊടുത്തേ പറ്റൂ. ഞാൻ കൊടുത്തിരിക്കും. എങ്ങനെയെങ്കിലും അവന് പണം കൊടുത്ത് ഒഴിവാക്കിയേ പറ്റൂ അച്ഛാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക. വേണു ആണെങ്കിലും ആകെ നിസ്സഹായനായി നിൽക്കുവാണ്. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ ഈ അച്ഛന്റെ മുന്നിൽ ഒരു മാർഗവും തെളിഞ്ഞു കാണുന്നില്ല. ഏതായാലും ഞാൻ അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നും അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നൊന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അനന്തപുരിയിലേക്ക് പോവുകയാണ്. തിരികെ എത്തിയ അനാമികയെ കണ്ട് ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഓള് ഷോപ്പിങ്ങിനെന്നും പറഞ്ഞിറങ്ങിയതല്ലായിരുന്നോ, എന്നിട്ട് നേരത്തെ വന്നോ, ഒന്നും വാങ്ങിയില്ലേ എന്നൊക്കെ തിരക്കുന്നതും അത് പിന്നെ അമ്മേ എനിക്ക് നല്ല തലവേദനയായിരുന്നു, അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങ് പോന്നതാ. ഇത് കേൾക്കുന്ന ജാനകി, ആണോ, എന്നാ പോയി മോള് റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് മോൾക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി വരാം. അതും പറഞ്ഞ് ജാനകി കിച്ചണിലേക്ക് പോകുമ്പോ അനാമികയാണെങ്കിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് 50 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ, അതെങ്ങനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് അനാമിക തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക, കയ്യിലാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളും ഇല്ല, ഉള്ളതൊക്കെ അച്ഛന്റെ കടം വീടാനായിട്ട് എടുത്തു കൊടുത്തു. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇത്രയും വലിയൊരു തുക ഉണ്ടാക്കും എന്നെല്ലാം ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് അനാമിക. ഈ സമയത്ത് തന്നെയാണ് അനി വരുന്നത്. അനാമികയെ റൂമിൽ കാണുന്ന അനി, അല്ല നീയല്ലേ ഷോപ്പിങ്ങിന് പോവാണെന്ന് പറഞ്ഞു പോയത്, എന്നിട്ട് നേരത്തെ എത്തിയോ എന്ന് ചോദിക്കുമ്പോ ഞാൻ നേരത്തെ എത്തി. അനിയുടെ കയ്യിൽ ഒരു ബാഗ് കാണുന്ന അനാമിക ഇതെന്താണെന്ന് ചോദിക്കുന്നതും, ഇതേ ഓഫീസിലെ പൈസയാണ്, ഇത് ആദർശേട്ടൻ എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞു തന്നതാ, 50 ലക്ഷം രൂപയോളം ഉണ്ട്, നാളെ ബാങ്കിൽ കൊണ്ടുപോയി ഇടാനുള്ളതാണെന്നൊക്കെ അനി പറയുന്നത് കേട്ട് ഇതിവിടെ വയ്ക്കുന്നത് സേഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അനാമിക. അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഇതുപോലെ പലതവണ പൈസ കൊണ്ടുവയ്ക്കാറുണ്ട്, ഇതുവരെ ഇവിടെ നിന്ന് ഒരു പൈസയും ആരും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അനാമിക തിരിച്ചു പറയും, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഇവിടെ തന്നെ കള്ളന്മാരുണ്ടല്ലോ, അന്നെന്റെ മാല പോയിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നയനയും നവ്യയും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനാമികയോട് തുറന്നു ചോദിക്കുന്നുണ്ട്, നീ എന്റെ ഏട്ടത്തിമാരെ ആയിരിക്കും കള്ളന്മാരെന്ന് ഉദ്ദേശിച്ചതല്ലേ? അതേടാ, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. അവരൊക്കെ ചിലപ്പോ ഇത്രയധികം പൈസ കാണുമ്പോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തെന്ന് വരും. നിനക്ക് അവരെക്കുറിച്ച് ഇപ്പോഴും ഒന്നും അറിയില്ലെന്നൊക്കെ അനാമിക പറയുമ്പോ, ദേ അനാമികെ, അനാവശ്യം പറയരുത്. എന്റെ ഏട്ടത്തിമാരെ കുറിച്ച് ഇനി കുറ്റം ഒന്നും പറയണ്ട. അവരെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയൊന്നും നിനക്കറിയില്ലല്ലോ. പിന്നെ നിന്റെ മാലയുടെ കാര്യം, അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീർപ്പ് വന്നിട്ടില്ല. എന്നാൽ ആദർശേട്ടൻ അതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എന്നെങ്കിലും ആ കള്ളനെയോ കള്ളിയെയോ പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. അത് കേൾക്കുന്നതും അനാമികയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഒരു നിമിഷം മിണ്ടാതെ നിന്നതിന് ശേഷം വീണ്ടും പറയുകയാണ്, അനി, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു തുക ഇവിടെ വയ്ക്കുന്നത് സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കള്ളന്മാരുടെ ശല്യം നല്ലോണം ഉണ്ട്. നീ വെറുതെ ഇതൊന്നും ഇവിടെ കൊണ്ട് വെക്കേണ്ടെന്ന് പറയുമ്പോ ഇത് ഇവിടെ തന്നെ ഇരിക്കും. ഈ അനന്തപുരിയിൽ നിന്ന് മോഷ്ടിക്കാനുള്ള ധൈര്യമുള്ള കള്ളന്മാരൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ പൈസ അടങ്ങിയ ബാഗ് അവിടെ വെച്ച് അനി അവിടെ നിന്ന് പോവുകയാണ്. അനാമികയാണെങ്കിൽ തനിക്ക് 50 ലക്ഷം രൂപ കിട്ടിയതുപോലെ സന്തോഷിക്കുന്നുമുണ്ട്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ ഇനി ഈ 50 ലക്ഷം രൂപ എടുത്ത് ദർശന് കൊടുക്കാം, അല്ലാതെ എന്റെ മുമ്പിൽ വേറെ ഒരു മാർഗവും കാണുന്നില്ലെന്നൊക്കെ അനാമിക സ്വയം പറഞ്ഞിട്ട് വേണുവിനെ ഉടനെ വിളിക്കുന്നുണ്ട്. വേണു അനാമികയോട് ചോദിക്കുന്നുണ്ട്, അനാമിക മോളെ എന്തായി, പൈസ വല്ലതും കിട്ടിയോ? അവൻ ചോദിച്ച പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും വരും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോ നേരെ അനന്തപുരിയിലേക്ക് തന്നെ കയറി വരുമെന്ന് അവൻ പറഞ്ഞില്ലായിരുന്നോ? 10 ദിവസത്തിനുള്ളിൽ അവന്റെ പൈസ കൊടുക്കണം മോളെ. അത് കേൾക്കുന്ന അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛാ 10 ദിവസം ഒന്നും ഇനി വേണ്ട, ഇന്ന് തന്നെ അവൻ ചോദിച്ച മുഴുവൻ പണവും നമുക്ക് കൊടുക്കാം, എന്നാ പിന്നെ ആ ശല്യം അങ്ങ് ഒഴിവാകുമല്ലോ. വേണു ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞത്, ഇത്രയും വലിയ തുക ഇന്ന് തന്നെ കൊടുക്കാമെന്നോ? മോൾക്കെന്താ പൈസ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമിക ചിരിച്ചുകൊണ്ട് പറയും, അതൊക്കെ റെഡിയായ പോലെ തന്നെയാണ് അച്ഛാ, അനിയെ ഇവിടെ 50 ലക്ഷം രൂപ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതെന്തായാലും ഞാൻ എടുത്ത് ദർശന് കൊടുക്കാൻ പോവുക. വേണുവിന് പേടിയാവുന്നുണ്ട്, അയ്യോ മോളെ, അതെടുത്തു കഴിഞ്ഞാൽ എടുത്തത് നീയാണെന്ന് അവൻ അറിയില്ലേ? അത് വേണ്ട മോളെ, വെറുതെ റിസ്ക് എടുക്കണ്ട, നമുക്ക് വേറെ വല്ല മാർഗവും നോക്കാം. അച്ഛന് എന്ത് മാർഗം നോക്കാമെന്നാ ഈ പറയുന്നത്? ഇതല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അനി കൊണ്ടുവച്ച ഈ 50 ലക്ഷം രൂപ തന്നെ ദർശന് കൊടുക്കാമെന്ന് പറയുകയാണ് കേട്ടോ അനാമിക. വേണു വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, മോളെ നീ ഇപ്പൊ ആ പൈസ എടുത്തുകൊണ്ട് പോയാ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ആ മാലയുടെ കാര്യം തന്നെ മോൾക്ക് ഓർമ്മയില്ലേ? എല്ലാവരും അത് മറന്നെങ്കിലും ആദർശമൊക്കെ ഇപ്പോഴും അതിന്റെ പിറകിൽ തന്നെയുണ്ട്. അതുകൊണ്ട് മോൾ ഈ സാഹസത്തിന് മുതിരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാൻ വേണു ഉപദേശിക്കുമ്പോ അനാമിക പറയുന്നുണ്ട്, അതിന് ഞാനല്ലല്ലോ അച്ഛാ ഈ പണം എടുക്കുന്നത്, അതെ ദർശൻ തന്നെ വന്ന് എടുത്തോളും. അവനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, രാത്രി ആരും കാണാതെ ഉള്ളിലോട്ട് വന്നാൽ മതി, എന്നിട്ട് ഈ പൈസയുമായിട്ട് അവന് സുഖമായിട്ട് പുറത്തേക്ക് പോകാം. അപ്പൊ പിന്നെ എന്റെ മേലെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. അവന് കിട്ടേണ്ടത് അവന് കിട്ടുകയും ചെയ്തോളും. ഏതായാലും ആ ഒരു മാർഗം വേണുവിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം
എന്ന് തന്നെ പറയുന്നു. അനാമികയാണെങ്കിൽ ഉടനെ പറയുന്നുണ്ട്, അച്ഛാ ഈ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതെന്റെ ജീവിതമാണ്. അവനെങ്ങാനും ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഇവിടെ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ അന്നത്തോടെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. അത് മാത്രമേ ഉള്ളൂ ചിന്ത. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കാരണം കിട്ടിയാൽ എന്നേക്കുമായിട്ട് ഞാൻ അനന്തപുരിയുടെ പടി ഇറങ്ങേണ്ടി വരും. പണം കൊടുത്തില്ലെങ്കിൽ ആ ദർശൻ എന്തും ചെയ്യും. അത്രയ്ക്ക് വാശിയാണ് അവൻ എന്നോട്. അങ്ങനെ വേണുവുമായി സംസാരിച്ചതിന് ശേഷം അനാമിക ദർശനെ വിളിക്കുന്നുണ്ട്. ശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദർശ പൈസയൊക്കെ റെഡിയായി. പക്ഷെ അത് ഇരിക്കുന്നത് എന്റെ കയ്യിലല്ല. എന്റെ ഭർത്താവ് അലമാരയ്ക്കകത്ത് 50 ലക്ഷം രൂപ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ നീ ഇങ്ങോട്ട് വരണം. എന്നിട്ട് ആ പൈസ എടുത്തോണ്ട് പൊക്കോ. നിനക്ക് വീടിനകത്ത് കയറി പറ്റാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ പറഞ്ഞു തരാം. നീ ആ പണം എടുത്ത് ആരും കാണാതെ ഇവിടെ നിന്ന് പോയാൽ മാത്രം മതി. എന്നാൽ ദർശനാകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതൊക്കെ വലിയ റിസ്ക് ആണെന്നും നീ തന്നെ എനിക്ക് എടുത്തു തരുന്നതല്ലേ നല്ലത് എന്നും ചോദിക്കുമ്പോ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദർശ നിനക്ക് 50 ലക്ഷം രൂപ വേണമെങ്കിലേ കുറച്ചൊക്കെ റിസ്ക് എടുത്തേ പറ്റൂ. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ദർശനും. ശേഷം അനാമികയോട് നിന്റെ പ്ലാൻ എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുമ്പോ അനാമിക എല്ലാ കാര്യങ്ങളും ദർശന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി സമയത്തിനോട് അടുക്കുന്നതും അനാമികയ്ക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ അവൻ എന്റെ പേരെങ്ങാനും പറയോ എന്നൊക്കെ ഓർത്ത് ശരിക്കും ടെൻഷൻ അടിക്കുകയാണ് അനാമിക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അനിയാണെങ്കിലും റൂമിലോട്ട് വരുന്നുണ്ട്. അനി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് കിടക്കുകയാണ് പതിവ്. അനാമികയാണെങ്കിലും അന്നത്തെ ദിവസം തർക്കത്തിനൊന്നും നിൽക്കാതെ ഉറങ്ങിയതുപോലെ അനിയുടെ അടുത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ഏകദേശം ഒരു 12:30 ആകുമ്പോൾ അനാമിക എണീക്കുന്നുണ്ട്. അനി ഉറങ്ങിയോ എന്ന് നോക്കുന്ന സമയത്ത് അനി നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ അനാമിക ഫോൺ എടുത്ത് ദർശനെ വിളിക്കുന്നുണ്ട്. ദർശനെ അറിയിക്കുന്നുണ്ട് ഞാനിവിടെ എത്തിയെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ നീ പറയുന്നത് പോലെ. അനാമികയാണെങ്കിൽ ദർശനോട് പറയുന്നുണ്ട് മുകളിലോട്ട് വരാനും. സ്റ്റെയർ കയറിയാൽ 3ാമത്തെ റൂമാണ് ഞങ്ങളുടേത്. പിന്നെ മെല്ലെ കയറിയാൽ മതി. ഡോറ് ഞാനിവിടെ തുറന്നു വച്ചിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയതുപോലെ കിടക്കാൻ പോവുക. നീ അത് എടുത്തു പോയിക്കോണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ദർശൻ ഉള്ളിലേക്ക് വരികയാണ്. അനാമികയാണെങ്കിൽ ഉറങ്ങിയതുപോലെ കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തായിരിക്കും കേട്ടോ നവ്യയും എണീക്കുന്നത്. നവ്യ എണീറ്റ് വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് ജഗ്ഗില് വെള്ളം കാലിയായിരിക്കും. അതുകൊണ്ട് തന്നെ കിച്ചണിൽ പോയി വെള്ളം എടുക്കാനായിട്ട് നവ്യ പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് ദർശൻ നേരെ മുകളിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നവ്യ ദർശനെ കാണുന്നില്ല. അങ്ങനെ അനാമികയുടെ റൂമിൽ കയറുന്ന സമയത്ത് അനാമിക മെല്ലെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ശേഷം എടുത്തുകൊണ്ട് പോകാനായിട്ട് ദർശനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ദർശൻ പണം അടങ്ങിയിരിക്കുന്ന ആ ബാഗ് അത് അവിടെ നിന്നും എടുത്ത് ഇറങ്ങാൻ തുടങ്ങുകയായിരിക്കും. ദർശൻ ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്താണ് നവ്യ വെള്ളവുമായിട്ട് മുകളിലോട്ട് വരുന്നത്. പെട്ടെന്ന് കൺമുന്നിൽ ഒരാളെ കാണുമ്പോൾ നവ്യ ആകെ പേടിക്കുന്നുണ്ട്. അയ്യോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഉടനെ ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോ ശബ്ദം കേട്ട് വേഗം തന്നെ ജയനും ദേവയാനിയും ഒക്കെ വരുന്നുണ്ട്. ബഹളം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പേടിയാവുന്നുണ്ട്. ദൈവമേ അവനെ പിടിച്ചല്ലോ, ഇനി എന്റെ കാര്യം പോക്കാണെന്ന് സ്വയം പറഞ്ഞിട്ട് അനാമിക അവിടെ ഉറങ്ങിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഈ ബഹളമൊക്കെ കേട്ട് അനിയും എണീക്കുന്നുണ്ട്. അനി അനാമികയെ നോക്കുന്ന സമയത്ത് അനാമിക നല്ല ഉറക്കമാണെന്ന് ചിന്തിക്കുന്ന അനി അനാമികയെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. അനാമികയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ അഭിനയിക്കുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടെ താഴേക്ക് പോവുകയാണ്. ഇതേ സമയം ആദർശും നയനയും അങ്ങനെ അവിടെയുള്ള എല്ലാവരും അവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് നവ്യയോടായിട്ട് നവ്യെ എന്തിനാ നീ ബഹളം വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പരിഭ്രമത്തോടെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കള്ളനെ കണ്ടെന്നും അയാൾ എന്നെ കണ്ടപ്പോ മുകളിലോട്ട് ഓടിയെന്നും ഉള്ള കാര്യം. ഇതറിയുന്നതും അവിടുത്തെ പുരുഷ ജനങ്ങളെല്ലാം കള്ളനെ തിരയാനായിട്ട് പോകുന്നുണ്ട്. ഡോറെല്ലാം ലോക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കള്ളനെ പിടികൂടാൻ എല്ലാവരും 4 പാടും തിരയുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അവനെ കണ്ടു കിട്ടുന്നില്ല. എന്നാൽ പിന്നീട് അനി തന്നെയായിരിക്കും ആ കള്ളനെ കണ്ടെത്തുന്നത്. ദർശനെ കാണുന്നതും അനി ഉടനെ തന്നെ ആദർശനെ വിളിക്കുന്നുണ്ട്. ആദർശേട്ടാ ഇങ്ങോട്ട് വാ, ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അനി വിളിക്കുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി ചെന്ന് അയാളെ കയ്യോടെ പിടിക്കുകയാണ്. അങ്ങനെ മുഖംമൂടി ഒന്നും ഊരാതെ തന്നെ കള്ളനെയും കൊണ്ട് താഴേക്ക് വരികയാണ്. അനാമികയൊക്കെ ആണെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് പേടിച്ച് പൂക്കുല പോലെ നിന്ന് വിറയ്ക്കുകയായിരിക്കും. എന്റെ കാര്യത്തിൽ ഇന്നത്തോടെ തീരുമാനമായി, സത്യങ്ങളെല്ലാം ഇവൻ വിളിച്ചു പറയുമെന്നൊക്കെ കരുതി പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അനാമിക. ശേഷം അനി ആദർശനോടായിട്ട് ഏട്ടാ ഇവന്റെ കയ്യിലിരിക്കുന്ന ബാഗ് കണ്ടോ, ഇത് ഏട്ടൻ എന്നെ ഏൽപ്പിച്ച പൈസയാണ്. എന്നിട്ട് അനി അയാളുടെ കയ്യിൽ നിന്നും ആ ബാഗ് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. ശേഷം പോലീസിനെ അറിയിക്കാമെന്നും അവർ തീരുമാനമെടുക്കുമ്പോൾ അയ്യോ പോലീസിനെ ഒന്നും വിളിക്കരുത്, ഞാൻ കള്ളനൊന്നുമല്ല എന്ന് ദർശൻ പറഞ്ഞത് കേട്ട് പിന്നെ മോഷ്ടിക്കാൻ കയറിയിട്ട് കള്ളനല്ലെന്നോ
അങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോഴാണ് ദർശൻ സത്യം പറയുന്നത്. എന്നോട് ഈ നിൽക്കുന്ന അനാമികയാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അവളുടെ ഭർത്താവ് ഇവിടെ പണം കൊണ്ടുവച്ചിട്ടുണ്ടെന്നും അത് എടുത്തുകൊണ്ട് പോകണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ അവൾ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ ദർശൻ എല്ലാവരും കേൾക്കെ തുറന്നു പറയുമ്പോൾ എല്ലാവരും അത് വിശ്വസിക്കാനാകാത്തതുപോലെ അനാമികയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അനാമികയാണെങ്കിൽ ആരെയും ഫേസ് ചെയ്യാനാകാതെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ദർശൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടുമായിട്ട് തുറന്നു പറയുന്നുണ്ട്. എല്ലാം അറിയുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി നീ ഇപ്പൊ തന്നെ ആ വേണുവിനോടും രേവതിയോടും ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ വേണുവിനെയും രേവതിയും രാത്രിക്ക് രാത്രി തന്നെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ ഇനിയും ഈ കുടുംബത്തിൽ മരുമകളായിട്ട് നിർത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷെ ഇതങ്ങനെ വിടാൻ പറ്റില്ല. ഇപ്പൊ തന്നെ വേണുവിന്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ നടപടി എടുക്കേണ്ടി വരും. ഇനിയും ഞങ്ങൾക്കിത് ക്ഷമിക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിന് ഇത്രയധികം ദോഷം വരുത്തി വെക്കുന്നവളെ ഇവിടെ വേണ്ട എന്ന് തന്നെ തീർത്ത് പറയുകയാണ് കേട്ടോ മൂർത്തി മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശന്റെ കടുത്ത തീരുമാനത്തിൽ ആ രാത്രി തന്നെ അനാമികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണുവും രേവതിയും.